നല്ല മേയുന്ന പശുവിൻ്റെ നെയ്യ് നേദ്യമാംവിധം ശുദ്ധമായത്. എന്നുവെച്ചെന്നാൽ അത്രയും ദിവ്യമായിരിക്കുന്ന ഇടങ്ങളിൽ തയ്യാർ ചെയ്യപ്പെട്ട് ദേവനെ നേദിക്കുവാൻ പാകമായത്. ഹൃദാകാരമായിരിക്കുന്ന ബ്രെയിനിനെ, തലച്ചോറിനെ അത് ഉത്തേജിപ്പിക്കും. അറിവിൻ്റെ ഏറ്റവും വലിയ പ്രസാദമാണ് നെയ്യ്. അതാണ് അറിവായിരിക്കുന്ന, ശാസ്ത്രമായിരിക്കുന്ന ശ്രീധർമ്മശാസ്ത്രത്തിലെ നെയ്യഭിഷേകത്തിൻ്റെ പ്രാധാന്യം. ആ നെയ്യ് ശരിക്കും എല്ലാവരും സേവിക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക്. ഇത് മതചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതല്ല, ഇത് ശാസ്ത്രചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഈ നെയ്യാണ് ശബരിമലയിലെ പ്രസാദം. അത് നമ്മളെ ഭൗതികപരമായിട്ട് മാത്രമല്ല ബൗദ്ധികപരമായിട്ടും ഉയർത്തും. ശരിക്കും നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ബുദ്ധിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഭൗതികപരമായിട്ട് നമ്മൾ ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത്. നമുക്ക് ബുദ്ധിയില്ലാതെ ശക്തി മാത്രം ഉണ്ടാകാനാണെങ്കിലോ ശവാഹാരം കഴിച്ചാലും മതിയാകും.